ഹായ്. ഇനി വെബ് പേജ് കോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇനീഷ്യലി നമുക്കൊരു പ്ലാൻ വേണം, എങ്ങനെയാണ് കോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ HTML-ഉം CSS-ഉം പ്ലാൻ ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു വയർ ഫ്രെയിം പോലെ ഒരു സാധനം ഉണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ ഓരോരോ പോർഷനിലും ഡിസൈൻസ് നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു മൈൻഡിൽ സെറ്റ് ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും ഡിസൈൻ വെബ്സൈറ്റിൽ നിന്ന് ഇൻസ്പിറേഷൻസ് എടുത്തുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റീവായിട്ട് തോന്നുന്നൊരു ഡിസൈൻ ആസ്പെക്റ്റ് എല്ലാ പോർഷൻസിനും സെറ്റ് ചെയ്യും. ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ ഡിസൈൻസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഒബ്വിയസ്ലി ഇന്ന് വെബ്സൈറ്റ്സ് പല സ്ക്രീൻ സൈസുകളിൽ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മളെ ഡെസ്ക്ടോപ്പിൽ നമ്മളെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും, അതേപോലെ മൊബൈലിൽ, ടാബ്ലറ്റിൽ, എല്ലാ ഡിവൈസിലും ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ എല്ലാ ഡിവൈസിലും പ്രോപ്പറായിട്ട് നമ്മളെ വെബ്സൈറ്റ് റണ്ടർ ആകുന്നു. അതിനാണ് റെസ്പോൺസീവ് ആക്കുന്നത്. അത് ഓൾറെഡി നമ്മൾ ലാസ്റ്റ് CSS-ൻ്റെ പ്ലേലിസ്റ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി അത് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ലിങ്ക് കിട്ടും. ആ വീഡിയോസ് എല്ലാം അതിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഇത് റെസ്പോൺസീവ് ആക്കുക എന്നുള്ളൊരു ഐഡിയ മൈൻഡിൽ വെച്ചിട്ട് വേണം ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ രണ്ട് രീതിയിൽ HTML-ഉം CSS-ഉം നമുക്ക് ഡിസൈൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു അപ്രോച്ച് ആദ്യം മൊബൈലിന് വേണ്ടി ഡിസൈൻ ചെയ്യുക, പിന്നീട് അത് ഡെസ്ക്ടോപ്പ് ഫ്രണ്ട്ലി ആക്കി മാറ്റുക എന്നുള്ളത്. വേറൊരു അപ്രോച്ച് ഡെസ്ക്ടോപ്പ് ആദ്യം ഡിസൈൻ ചെയ്യുക, പിന്നെ അത് മൊബൈൽ ഫ്രണ്ട്ലി ആക്കി മാറ്റുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കറൻ്റ്ലി ചെയ്യാൻ പോകുന്നത് ഡെസ്ക്ടോപ്പ് ഡിസൈൻ ആദ്യം എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത് നോക്കാം, എന്നിട്ട് അത് മൊബൈൽ റെസ്പോൺസീവ് എങ്ങനെ ആക്കുക എന്നുള്ളത് നെക്സ്റ്റ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതാണ് ഇനീഷ്യലി നിങ്ങളൊരു ഡെസ്ക്ടോപ്പ് കോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഇനീഷ്യലി നിങ്ങളുടെ മൈൻഡിൽ വെക്കേണ്ട കാര്യം. കാരണം അങ്ങനെ നിങ്ങൾ റെസ്പോൺസീവ് ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ റെസ്പോൺസീവ് ആസ്പെക്റ്റിൽ ഡിസൈന് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ HTML ചെയ്യുമ്പോഴും CSS ചെയ്യുമ്പോഴുള്ള സമയത്തൊക്കെ ആ ഒരു ഐഡിയ വേണം. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഒരു ടാബ്ലറ്റിലേക്ക് റെൻഡർ ചെയ്യാൻ പറ്റിയ രീതിയിലേക്കോ അല്ലെങ്കിൽ മൊബൈലിലോട്ട് റെൻഡർ ചെയ്യാൻ പറ്റിയ രീതിയിലോട്ടോ മാറ്റാൻ പറ്റണം എന്നുള്ളത് ഐഡിയ വേണം. എന്നാലും അതിനനുസരിച്ച് നമ്മൾ CSS-ഉം HTML-ഒക്കെ ചെയ്തിട്ടുള്ളൂ. സോ നമ്മൾ കറൻ്റ്ലി എല്ലാ കോഡും ലൈവായിട്ട് കോഡ് ചെയ്ത് പോകുമല്ലോ. ഓൾറെഡി ആ വെബ്സൈറ്റിന് ആ കറൻ്റ് കോഡ് ഇതിലുണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഓരോരോ പോർഷൻസ് എന്താണെന്നുള്ളത്. കാരണം ലൈവായിട്ട് കോഡ് ചെയ്ത് പോകുന്നത് കുറേ സമയം നഷ്ടമുണ്ടാകും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത കോഡ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് HTML ചെയ്യുന്ന സമയത്ത് എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. സോ ഇനീഷ്യലി ഇവിടെ ജസ്റ്റ് ഒരു റോ HTML ഡോക്യുമെൻ്റാണിത്. അത് നിങ്ങൾക്ക് ഒരു HTML ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ VS കോഡ് യൂസ് ചെയ്യാണ്. VS കോഡ് ഇൻസ്റ്റാൾ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് വെബ് പേജ് ഓപ്പൺ ചെയ്യാൻ ലൈവ് സെർവർ എന്നുള്ള ഒരു ഫീച്ചർ ഉണ്ട്. അത് ജസ്റ്റ് ഒരു എക്സ്റ്റൻഷനാണ്. ഇവിടെ വന്നിട്ട് ലൈവ് സെർവർ എന്ന് സെർച്ച് ചെയ്താൽ മതി. ലൈവ് സെർവർ എന്ന് സെർച്ച് ചെയ്താൽ ഒരു എക്സ്റ്റൻഷൻ കിട്ടും. ഇതാണ് എക്സ്റ്റൻഷൻ. ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വെബ് പേജസ് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇതിൽ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്നുണ്ടാവും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡോക്യുമെൻറ്റിൽ നിങ്ങൾ HTML CSS ഫയലിൽ ചെയ്യുന്ന ചേഞ്ചസ് ഇവിടെ അപ്പം തന്നെ റിഫ്ലക്റ്റ് ആവും. നിങ്ങൾ സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്യാനും നിൽക്കണ്ട, അവിടെ ചേഞ്ച് ചെയ്യുന്ന അപ്പം തന്നെ ഇവിടെ റിഫ്ലക്റ്റ് ആവും. സോ അതാണ് ഫസ്റ്റ് നിങ്ങൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നെക്സ്റ്റ് നമുക്ക് HTML-ലോട്ട് വരാം. HTML സിമ്പിൾ ഒരു HTML ഡോക്യുമെൻ്റാണ്. അതിൽ ഫസ്റ്റ് ഹെഡ് പോർഷൻ ഉണ്ട്. ഹെഡ് പോർഷനിൽ കുറച്ച് ഡീഫോൾട്ടായിട്ട് വരുന്ന റെസ്പോൺസീവ് ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള നമ്മളെ വ്യൂ പോർട്ട് വിഡ്ത്ത്, വ്യൂ പോർട്ട് ഹൈറ്റ്, ഇങ്ങനത്തെ സാധനങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റൈൽ ഷീറ്റ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഫോണ്ട് സൈസിൻ്റെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോണ്ട് സൈസിൻ്റെ CDN ലിങ്കാണ്. ഗൂഗിൾ ഫോൺസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗൂഗിൾ ഫോൺസിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്തിട്ട് അവിടെ എടുക്കാം. നെക്സ്റ്റ് ഇത് വെബ് പേജിൻ്റെ ടൈറ്റിൽ. ഇനി ബോഡി പോർഷനിലാണ് നമ്മൾ വെബ് പേജിന് കോഡ് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ സെപ്പറേറ്റ് ചെയ്തില്ല. ആദ്യം ഹെഡർ എന്ന് പറഞ്ഞാൽ ഈ പോർഷനാണ്, ഈ നാവ് ബാറിനെയാണ് ഹെഡർ. ഇത് ടോപ്പിലുള്ള പോർഷനാണ് ഹെഡർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ഹെഡർ എന്നുള്ള ടാഗിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നാവിഗേഷൻ ടാഗ് അത് ലിസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കോഡ് ചെയ്യുന്നു. ഇപ്പോൾ ഓരോ സ്ഥലത്തും ആ ഒരു യൂസ് കേസിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാഗുകൾ യൂസ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെ വെബ് പേജിൻ്റെ SEO സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനും സെർച്ച് എഞ്ചിനിൽ കൂടുതൽ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാനും, അതേപോലെ തന്നെ ആക്സസിബിലിറ്റി എന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പല രീതിയിലുള്ള ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർ നമ്മുടെ വെബ്സൈറ്റ് യൂസ് ചെയ്യും. ഇപ്പോൾ കണ്ണ് കാണാത്ത മനുഷ്യർ, അതേപോലെ ചെവികൾ, അങ്ങനത്തെ പല പല ഡിസബിലിറ്റീസ് ഉള്ള മനുഷ്യർ നമ്മുടെ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇത് പ്രോപ്പറായിട്ട് ഇപ്പോൾ പല പല ടൂളുകൾ യൂസ് ചെയ്തു. ഇപ്പോൾ കണ്ണ് കാണാത്ത ഒരാളാണ് വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവരൊരു സ്ക്രീൻ റീഡർ പോലത്തെ ടൂൾ യൂസ് ചെയ്തിട്ടാണ് വെബ്സൈറ്റ് റീഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ലിസ്റ്റായിട്ടല്ല ഇത് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ
ആ ടൂളിന് ആവില്ല ഇതൊരു ലിസ്റ്റാണെന്നുള്ളത്. പക്ഷേ നിങ്ങൾ ലിസ്റ്റായി യൂസ് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്യുന്നത് അതിങ്ങനെ തന്നെ പറയും, ലിസ്റ്റ് ഓഫ് ഐറ്റംസ് നാവിഗേഷൻ ബാർ ആൻഡ് ഹാവ് എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് എന്നുള്ള രീതിയിൽ തന്നെ പറയും. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഓക്കെ ഇതൊരു ലിസ്റ്റാണ്, ലിസ്റ്റിൽ ഇന്ന ഐറ്റംസ് ഉണ്ട്, ഇത് നാവിഗേഷൻ ബാർ ആണെന്നുള്ളതൊക്കെ മനസ്സിലാവും. സോ എപ്പോഴും നിങ്ങൾ ടാഗുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് സിമാൻറ്റിക് ടാഗ്സ്, അപ്പോൾ ആ മീനിങ്ങിന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സാധനത്തിന് മീനിങ്ങിന് ഓക്കെ ആയിട്ടുള്ള ടാഗ്സ് യൂസ് ചെയ്യുക. ഈ ടാഗുകളെ കുറിച്ചൊക്കെ ഓൾറെഡി നമ്മൾ HTML സീരീസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാർക്ക് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് കാണാൻ പറ്റും. നെക്സ്റ്റ് പോർഷന് ഹീറോ സെഷനാണ്. ഈ ഒരു ഇനീഷ്യൽ പാർട്ട് ഹീറോ സെഷൻ. സോ ഹീറോ സെക്ഷന് ജസ്റ്റ് ആദ്യം മെയിൻ എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ നമ്മളെ കോണ്ടൻറ്റ്, ഈ കോണ്ടൻറ്റ് മെയിൻ ഇപ്പോൾ ഹെഡറും ഫൂട്ടറിനും ഇടയിലുള്ള എല്ലാ കോണ്ടൻറ്റും മെയിൻ എന്നുള്ളൊരു ടാഗിലുള്ള റാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോരോ പാർട്ടിനും ഓരോരോ സെഷൻസ് ആക്കിയാണ് തിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഹീറോ സെക്ഷനാണ് ജസ്റ്റ് ഒരു ഇമേജും ഒരു ഡ്യൂ ടാഗിൻ്റെ ഉള്ളിൽ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ അങ്ങനെ എക്സ്ട്രാ ആയിട്ട് പറയാനൊന്നുമില്ല. പിന്നെ വരുന്ന ഓരോരോ സെഷനിൽ ഇപ്പോൾ ഇതിലെ ഈ ക്വാളിറ്റീസ് പറയുന്ന ഓരോരോ കാർഡായാലും അതേപോലെ ടീം മെമ്പേഴ്സിൻ്റെ സംഭവമായാലും ഒരു സിംഗിൾ ഐറ്റമാണ് ഇതിൽ ഈ സർവീസ് ബ്ലോക്ക് എന്ന് പറഞ്ഞ ഒരു ഐറ്റം. ഇത്രയും വരെയുള്ള ഒരു ബ്ലോക്ക് ഇങ്ങനെ റിപ്പീറ്റേറ്റീവ്ലി യൂസ് ചെയ്തിട്ട് അതിൽ ഇങ്ങനെ കോണ്ടൻസ് മാറ്റിയിട്ടാണുള്ളത്. ഇപ്പോൾ ഫസ്റ്റത്തെ ക്വാളിറ്റി ഇവിടെ കൊടുത്തു, അതിൻ്റെ ഒരു ഐക്കൺ ഉണ്ടല്ലോ, എല്ലാത്തിനും ഡിഫറെൻറ്റ് ഐക്കൺസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഐക്കൺ ഇവിടെ കൊടുത്തു, നെക്സ്റ്റ് അടുത്ത നെയിമും ഇവിടെ കൊടുത്തു. പിന്നെ ഇതിലിപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ശ്രദ്ധിക്കാനുള്ള, അപ്പോൾ ഞാൻ ഇവിടെ ആൾട്ട് എന്നുള്ള സംഭവത്തിന് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടില്ല. അത് മസ്റ്റായിട്ട് കൊടുക്കണം. കാരണം അതിൻ്റെ ഒരു യൂസ് കേസ് നേരത്തെ SEOൻ്റെയും അതേപോലെ accessibility കേസ് പറഞ്ഞ പോലെ ഈ accessibility ആസ്പെക്റ്റിൽ മറ്റുള്ള ആൾക്കാരത് റീഡ് ചെയ്യുന്നത്. കാരണം അതൊരാളത് നമ്മളെ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ വിഷ്വൽ, ആ ഇമേജ് കാണാൻ പറ്റത്തില്ല. അപ്പോൾ സ്ക്രീൻ റീഡർ ഇത് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഇതിന് ഐക്കൺ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ പോലെയാണ് ആ ഇമേജിൻ്റെ. ആ ഇമേജ് എന്താണോ അവിടെ കാണിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ റീഡേഴ്സ് നിങ്ങളെ വെബ്സൈറ്റ് റീഡ് ചെയ്യുന്ന സമയത്ത് ഈ ഇമേജ് എത്തുമ്പോൾ ഇതിന് ഡിസ്ക്രിപ്ഷനാണ് അത് റീഡ് ചെയ്ത് കൊടുക്കുക ആ യൂസർക്ക്. സോ അത് അവർക്കത് മനസ്സിലാവാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും, അങ്ങനെ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഇതിൽ ഓരോ കാർഡിനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ജസ്റ്റ് ഈ അസറ്റ്സ് റിപ്ലേസ് ചെയ്തിട്ടേ ഉള്ളൂ. അസറ്റ്സിനെ ഇവിടെ ജസ്റ്റ് ഈ ഇമേജസിനെ ജസ്റ്റ് സെപ്പറേറ്റ് ഫോൾഡർ ആക്കിയാണ് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത പാർട്ട് ടീംസ് എന്നുള്ള ആ ഒരു പാർട്ടാണ്. അതിൽ ഓരോരോ ടീമിൻ്റെ നേരത്തെ നമ്മൾ ആ ക്വാളിറ്റീസിൻ്റെ കാർഡ് പറഞ്ഞ പോലെ ഓരോ ടീം മെമ്പർ ഓരോ കാർഡാക്കിയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇതേപോലെ കാർഡാക്കിയിട്ട് ആ കാർഡിൻ്റെ ഉള്ളിൽ ഇത് എങ്ങനെയാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ ഇമേജ് പുറത്തോട്ട് നിൽക്കുകയാണല്ലോ. സോ ഇതിൽ ഈ കാർഡിൻ്റെ ഉള്ളിൽ ഇതൊരു ഹോൾ കാർഡ്, ഈ സാധനം ഹോൾ ഒരു കാർഡ്, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഇവിടെ ഒരു ഡിവ്, അതിൻ്റെ ഉള്ളിലൊരു ഡിവ് ഉണ്ട്, എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഡിവ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ രണ്ട് സാധനം കൊടുത്തിട്ടുള്ളത്. കാരണം അതിനെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇതിനെ പ്ലേസ്, ഇപ്പോൾ ഇമേജിനെ ഉള്ളിലേക്കാക്കിയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ നോക്കിയാൽ കാണാം ആദ്യം ഒരു ഡിവ് കൊടുത്തിട്ടുണ്ട്, നമ്മളെ കോണ്ടന്റിന് ടോട്ടൽ ഇമേജിനെ എല്ലാം റാപ്പ് ചെയ്തിട്ടൊരു ഡിവ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ഡിവ് ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഒരു പോർഷൻ മാത്രം ഇമേജ് അതിൻ്റെ ഉള്ളിൽ ഇല്ലാതെ ഒരു ഡിവ്, അതിൻ്റെ ഉള്ളിൽ ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുള്ളത്. അത് ഈ ഒരു ഡിസ്ക്രിപ്ഷനെ ബോട്ടമിലോട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതിൻ്റെ ഔട്ടറിൽ 2 ഡിവ് കൊടുത്തുകൊണ്ട് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോഡ് ചെക്ക് ചെയ്യാൻ, കോഡ് ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് കോഡ് ചെക്ക് ഔട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിക്കാൻ കമൻറ്റ് ബോക്സ് ത്രൂ, അതല്ലെങ്കിൽ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും. കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തിട്ട് അവിടുന്ന് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ ഇത്രയാണ് HTML നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ബേസിക്കലി HTML ചെയ്യുന്ന സമയത്ത് HTML കോഡ് ചെയ്യുമ്പോൾ ഈ സിമാൻറ്റിക് മീനിങ് ആയിട്ടുള്ള ടാഗ്സ് യൂസ് ചെയ്യാനും അതേപോലെ തന്നെ അതിൽ accessibility ആസ്പെക്റ്റിൽ ഈ ആൾട്ട് ടാഗ്, ടൈറ്റിൽ, ഇപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ടൈറ്റിൽസ് കൊടുക്കും. പല പോർഷനിലും ടൈറ്റിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ. ഈ ടൈറ്റിൽ കൊടുത്തുള്ള ഉപകാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ടെക്സ്റ്റിന് ടൈറ്റിൽ കൊടുത്താൽ ഇതിന് ഹോവർ ചെയ്യുമ്പോൾ ആ ടൈറ്റിൽ കൊടുത്ത ടെക്സ്റ്റ് ഇവിടെ കാണിക്കും. അപ്പോൾ സിമ്പിൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് സ്ട്രീറ്റ്സ് സ്റ്റഡി നടന്ന് കൊടുത്തു ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട്. സോ ഇനി ഇവിടെ ജസ്റ്റ് ഹോവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ടൈറ്റിൽ അവിടെ കാണിക്കുന്നത്. സോ ഇതൊക്കെ ഒരു എക്സ്ട്രാ എലമെൻറ്റ്സ് ആണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ആ ഹോവർ ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ
എക്സ്ട്രാ എലമെൻറ്റ്സൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ അല്ലേ SEOയിൽ പെർഫോം ചെയ്യുക, സെർച്ച് എഞ്ചിനിൽ കുറച്ചും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന നീറ്റായിട്ടുള്ളൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. സോ ഇത്രയാണ് HTML വേർഷനിൽ പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ CSS ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട ആസ്പെക്റ്റുകളുണ്ടെന്നുള്ളത് നോക്കാം.